ഹലോ ഗായ്സ്, എല്ലാ അമ്മമാർക്കും ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത് കറി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഓമരത്തിൽ നിന്ന് ഒരു ഓമയ്ക്ക പോയി പറിക്കുക. അതിനെ നമ്മൾ കഷ്ണങ്ങളാക്കുക. കുറച്ച് സവോള, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി എല്ലാം ഇട്ട് നമുക്ക് അതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിച്ചെടുക്കാൻ നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് നമുക്ക് തേങ്ങ ചിരണ്ടിയിട്ട് അതിനകത്ത് നമുക്ക് ജീരകം ഇടാം. ജീരകം ഇല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ടാലും മതി. ഞാൻ ഒരല്ലി വെളുത്തുള്ളിയാണ് ഇട്ടത്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചെടുത്ത അരപ്പ് നമ്മുടെ കുക്കറിൽ വെന്ത ഓമയ്ക്കകത്തോട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കാതെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അരപ്പെല്ലാം കൂടെ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കുക. ഇത് നല്ല അടിപൊളി കറിയാണ്. പരിപ്പ് കറി പോലും മാറി നിൽക്കും. എല്ലാവരും പരിപ്പ് കറിയാന്ന് പറഞ്ഞ് കൂട്ടിക്കോളും. ആരും ഓമയ്ക്കാന്ന് അറിയത്തുമില്ല. ഓമയ്ക്ക വേണ്ടാത്തവർ വരെ ഇത് കൂട്ടും. ഇനി നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തൊരു കടുകിട്ട് കുറച്ച് സവോളയും കൂടെ ഇട്ട് കറിവേപ്പില ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കണം. അതിനാണ് നമുക്ക് അതിലൊരു രുചി കിട്ടുന്നത്. അതിലാണ് ഇതുപോലെ ബ്രൗൺ കളറായി നമ്മുടെ ഓമയ്ക്ക നമുക്ക് ഒഴിക്കാം. ഓമയ്ക്ക, പപ്പായ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് ചാറ് വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കാം. ഒരുപാട് തിളയ്ക്കണ്ട, അത്യാവശ്യം തിളപ്പിച്ചെടുക്കുക. ഞാൻ ശകലം കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലപോലെ എടുക്കുന്നുണ്ട്. പിന്നെ നല്ല തിക്കായിട്ട് കിട്ടാൻ തവിയിട്ടൊന്നുകൂടെ ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഓമയ്ക്കക്കറി റെഡി.